മലയാളത്തിലെ ഏറ്റവും വലിയ റിലീസിനായി ഒരുങ്ങുകയാണ് എമ്പുരാൻ. പാൻ ഇന്ത്യൻ തലത്തിൽ വൻ സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. ബോക്സ് ഓഫീസിൽ ഒരു മലയാള സിനിമയ്ക്ക് ഇന്നുവരെ കിട്ടാത്ത തരത്തിലുള്ള നേട്ടങ്ങളാണ് എമ്പുരാൻ സ്വന്തം പേരിലാക്കുന്നത്. ചിത്രം ഇപ്പോൾ വേൾഡ് വൈഡ് അഡ്വാൻസ് സെയിലിൽ 50 കോടി കടന്നതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. റിലീസ് ദിനം വേൾഡ് വൈഡായി 60 കോടി നേടാൻ എമ്പുരാന് സാധിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇത് ഒരു മലയാള സിനിമയ്ക്ക് ആദ്യ ദിനം ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന കളക്ഷനാണ്. ആദ്യ ദിന വേൾഡ് വൈഡ് കളക്ഷനിൽ ഒന്നാമതുണ്ടായിരുന്നത് മലയാള സിനിമയായ മോഹൻലാലിന്റെ തന്നെ മരക്കാർ അറബിക്കടലിന്റെ സിംഹമായിരുന്നു. ആദ്യ ദിനം 20 കോടിയാണ് മരക്കാർ വേൾഡ് വൈഡായി കരസ്ഥമാക്കിയത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിനം ഏറ്റവും കൂടുതൽ പണം വാരിയത് വിജയ് ചിത്രം ലിയോയാണ്. 12 കോടിയാണ് ലിയോ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നേടിയത്. ഇതിനെയും എമ്പുരാൻ മറികടന്നു. മുരളി ഗോപിയുടെ തിരക്കഥയിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ മാർച്ച് 27 വേൾഡ് വൈഡായി തിയേറ്ററുകളിലെത്തുന്നത്. ബുക്കിംഗ് ആരംഭിച്ച ആദ്യ മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റ ഇന്ത്യൻ സിനിമ, ഒറ്റ ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റ ഇന്ത്യൻ സിനിമ എന്ന റെക്കോർഡുകൾ ഇതിനകം തന്നെ എമ്പുരാൻ കരസ്ഥമാക്കിയിരുന്നു. പിന്നാലെ സിനിമാ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പായ ബുക്ക് മൈ ഷോയിൽ എമ്പുരാൻ കാണാൻ 4 ലക്ഷം പേർ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. 4 ലക്ഷം പേർ ബുക്ക് മൈ ഷോയിൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന ആദ്യ ചിത്രമായി എമ്പുരാൻ ഇതിലൂടെ മാറുകയായിരുന്നു. എമ്പുരാന്റെ ബുക്കിംഗ് ആരംഭിച്ച മിനിറ്റുകൾക്കുള്ളിൽ ആരാധകരുടെ തള്ളിക്കയറ്റം കാരണം ബുക്ക് മൈ ഷോ ആപ്പിന്റെ പ്രവർത്തനം സ്തംഭിച്ചത് വലിയ വാർത്തയായിരുന്നു. ആദ്യ മണിക്കൂറിൽ 93,000-ലധികം ടിക്കറ്റുകളും 24 മണിക്കൂറിനുള്ളിൽ 6,40,000-ൽ കൂടുതൽ ടിക്കറ്റുകളുമാണ് ചിത്രത്തിന്റേതായി വിറ്റത്. സോഷ്യൽ മീഡിയയിൽ പ്രകമ്പനം സൃഷ്ടിച്ച 4 മിനിറ്റ് ദൈർഘ്യം വരുന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഇതിനോടകം തന്നെ കോടിക്കണക്കിന് പേരാണ് കണ്ടുകഴിഞ്ഞത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.